ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സവാള കൊണ്ട് ഒരു അടിപൊളി ഡിഷാണ് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ കടുകും ഉലുവയും ഒക്കെ നല്ലതായിട്ടൊന്ന് പൊട്ടുമല്ലോ, അതുവരെ ഇതൊന്ന് നല്ലതായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഈ കടുകും ഉലുവയൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് പാനിൽ നിന്ന് മാറ്റണം. എന്നിട്ട് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ സവാള എടുത്തിട്ടുണ്ട്. സവാള പൊളിച്ച് നല്ലതായിട്ട് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കനം കുറച്ചൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സ്റ്റവ് കത്തിച്ചൊരു കുക്കർ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഇനി നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് 2 മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സവാളയൊന്ന് വഴന്ന് കിട്ടും. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് നേരം നമ്മളൊന്ന് ഇളക്കിയെടുത്തു. ഇപ്പോൾ ഇത് ഒന്ന് വാടിയിട്ടുണ്ട്. അത്രയും മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് വാളൻപുളിയാണ്. ഞാനൊരു 50 ഗ്രാം വാളൻപുളിയാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. പുളി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഈ കുക്കറുണ്ടല്ലോ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിലടുപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഈ കുക്കർ അടച്ചിട്ട് വെയിറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലടുപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒരു വിസിലടുപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നോക്കിക്കുക, സവാളയും പുളിയെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. നല്ലതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. നമ്മൾ വേവിച്ചൊരു സാധനം ഉണ്ടല്ലോ, അത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ടൊരു 25 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അധികം വലിപ്പമില്ലാത്ത അല്ലിയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടാണ്. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തായിരുന്നു. കൂടാതെ നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മളിതെല്ലാം നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നോക്കി നല്ല പേസ്റ്റായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള താളിപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ. ഇപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായി. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് അത് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലതായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കടുകെല്ലാം പൊട്ടി. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ 3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് 2ആയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. എന്നിട്ട് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കണം. കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർക്കാം. ഇതിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മുളക് പൊടിയുടെയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ പച്ച ടേസ്റ്റ് അങ്ങ് മാറിക്കിട്ടും. ഇനി നമുക്കിത് 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു അച്ചാറാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം.
നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കിത് 6 മാസക്കാലത്തോളം ഒട്ടും കേടാകാതെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ദൂരയാത്ര പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിക്കൊണ്ട് പോകാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇത് 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ ആ വറുത്തെടുത്ത കടുക് ഉലുവയുണ്ടല്ലോ, അത് പൊടിച്ചതാണേ. അതുകൂടി ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ആ പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലതായിട്ട് ഇളക്കിയെടുത്തു. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള സവാള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ വീഡിയോ ഉണ്ടല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നല്ലതായിട്ട് ആറിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലോട്ട് ഇത് മാറ്റാം. എന്നിട്ട് ഇതൊരു ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് 6 മാസം വരെ ഇത് കേടാകാതെ ഉപയോഗിക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.